പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് നന്ദി, സ്നേഹവും കേട്ടോ, ഒരുപാട് സ്നേഹം. രാവിലെ നമ്മുടെ അമ്മമാരുടെ ജോലി തുടങ്ങുമല്ലോ, പക്ഷെ ഈ ജോലിക്കൊന്നും ഒരു വിലയില്ല എങ്കിലും രാവിലെ ഒരുമിച്ച് ഇതിൻ്റെ ഒപ്പം എല്ലാം ചെയ്ത് കഴിയാൻ തുടങ്ങും. ഉച്ചയ്ക്കത്തതും കാപ്പിയും എല്ലാം. പിന്നെ മക്കൾ സ്കൂളിൽ പോയതിന് ശേഷമേ മീൻ വെട്ടി മീൻ കറിയൊക്കെ വെക്കത്തുള്ളൂ കേട്ടോ. തോരനും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യും. ഇവിടെ കപ്പമരം ഒടിഞ്ഞ് വീണുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കപ്പയ്ക്ക് തോരന. എന്താണോ അതൊക്കെ മതി നമുക്ക്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ തന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമുക്ക് ഇന്ന് കിട്ടിയത് ഇച്ചിരി വലിയ മീന. ഞാൻ നോമ്പാണ്, അപ്പനും മക്കൾക്കും വെച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ തലയും ഇച്ചിരി അതിൻ്റെ അടുത്തുപോലത്തെ സാധനങ്ങളും ഇന്ന് കറി വെക്കുള്ളൂ. അതിനിടയ്ക്ക് തുണി കഴുകി ഇന്നലെ വൈകിട്ട് വെച്ചിരുന്ന്, പിന്നെ അത് ഉണക്കാനിട്ട് നമ്മുടെ കൊക്കാരി ഉണക്കാനിടാം. കൊക്കോയ്ക്ക് ഇപ്പോൾ കോതിയമ്മ പറഞ്ഞ് 400 രൂപ വിലയുണ്ടെന്ന് പറഞ്ഞ് കിലോയ്ക്ക്. എന്നാലും അത്രയും നല്ലതല്ലേ, നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് ചുമ്മാതെ 1 രൂപ പോലും തരില്ലല്ലോ. അപ്പോൾ ഇവരെ സ്കൂളിൽ വിട്ടിട്ടാണ് തുണി എടുത്ത് ഉണക്കാനിട്ടതും ഇത് കൊക്കാരി കൊണ്ട് വെച്ചതും. എന്നിട്ട് തിരിച്ചു വന്ന് എല്ലാം ഞാൻ റെഡിയാക്കും കേട്ടോ. ബെഡ്റൂമിൽ പോയി ഒന്നെല്ലാം റെഡിയാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലും തുടയ്ക്കുള്ളേ. അപ്പോഴത്തേക്കിന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമാവുന്നേ ഉള്ളൂ. ഞാൻ പാലിനകത്താണ് ചപ്പാത്തി കൂത്ത് കഴിക്കുന്നത്. എനിക്ക് കറിയുടെ കൂടെ കഴിക്കുന്നതിൽ ഇഷ്ടമില്ല, എനിക്ക് കുറുമവല്ലോ. ഇത് എൻ്റെ ഒരു പലക കേട്ടോ. ഇവിടെ മരം മുറിക്കാൻ വന്നവരടുത്തൊന്നും ഞാൻ ചോദിച്ച് വാങ്ങിച്ച പലകയല്ല. നമുക്കിപ്പോൾ വാങ്ങിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങൾ പിന്നെ മാറ്റി വെക്കുന്നു. ഇത് നാളത്തേക്കിന് വേണ്ടിയിട്ട് വെട്ടി മുറിച്ച് വെച്ചേട്ടോ. ഇന്ന് തലയും കഷ്ണങ്ങൾ മാത്രമേ കറി വെക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സ്നേഹിക്കണം. ഞാനും തിരിച്ചെല്ലാം സപ്പോർട്ട് തരും. ഇന്നലത്തെ ചാളയാണ് ഇത് വറക്കാൻ വെച്ചേക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.